വിവര സാമ്രാജ്യത്വം അസുരരൂപമെടുക്കുമ്പോൾ സാധാരണക്കാർ എന്ത് ചെയ്യണം? മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടവർ തന്നെ സംഹാരകരാകുന്നു. മാവോയിസ്റ്റ് ബാധ മലയാളത്തിലേക്കും. സാഹോദര്യത്തിൻ്റെ വാർത്തകൾ കൂടി. സ്വാഗതം. ഇത് മീഡിയ സ്കാൻ. മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10-ന് ലോക പ്രശസ്തരായ 500 എഴുത്തുകാർ സർക്കാരുകൾക്കും കോർപ്പറേറ്റുകൾക്കും മുമ്പാകെ ഒരാവശ്യം ഉന്നയിച്ചു. രഹസ്യ നിരീക്ഷണം, സർവൈലൻസ് എന്ന മനുഷ്യാവകാശ ലംഘനം നിർത്തണമെന്ന്. Snowden and Manning are going through. They are being treated as criminals for exposing the real crimes of the military and security services. I'm not saying we're living in fear, because right now we're all here. We are not afraid. We're not afraid. വാർത്താവിനിമയ മാധ്യമങ്ങൾ മുഴുവൻ ചാരപ്പണിക്ക് ഉപയോഗിച്ച അമേരിക്കയ്ക്ക് തിരിച്ചടിയേറ്റ വർഷമാണ് കടന്നുപോകുന്നത്. ശത്രുവെന്നോ മിത്രമെന്നോ വ്യത്യാസമില്ലാതെ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഒഴിവാക്കാതെ അവർ നടത്തിയ രഹസ്യ ചോർത്തലുകളുടെ വിവരങ്ങൾ എഡ്വേർഡ് സ്നോഡൻ 2012 ഏപ്രിലിൽ ശേഖരിക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷമൊടുവിൽ രേഖകളുടെ മഹാശേഖരവുമായി അദ്ദേഹം ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയനിലെ ഗ്ലെൻ ഗ്രീൻവൽഡിനെ വിളിച്ച് വിവരം നൽകി. 2013 ജാനുവരിയിൽ ഇതേ വിവരം US ഡോക്യുമെന്ററി നിർമ്മാതാവ് ലോറ പോയിട്രാസുമായും പങ്കുവച്ചു. മാർച്ചിൽ സ്നോഡൻ ഒരു സാഹസം കൂടി ചെയ്തു. കൂടുതൽ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി അമേരിക്കൻ സുരക്ഷാ ഏജൻസിയുടെ കരാറുകാരായ ബൂസ് ആലൻ ഹാമിൽട്ടൺ കമ്പനിയിൽ ജോലി സമ്പാദിച്ചു. പിന്നെ ഏപ്രിലിൽ ഗ്രീൻവൽഡും പോയിട്രാസും ന്യൂയോർക്കിൽ രഹസ്യ യോഗം ചേർന്നു. മേയിൽ സ്നോഡൻ തന്റെ കമ്പനിയിൽ നിന്ന് അവധിയെടുത്തു. അപസ്മാര ചികിത്സയ്ക്ക് എന്നാണ് ലീവിന് കാരണം പറഞ്ഞത്. നേരെ ഹോങ്കോങ്ങിലേക്ക് പോയി. അവിടെ ഗ്രീൻവൽഡിനെയും പോയിട്രാസിനെയും കണ്ടു. ജൂൺ 6-ന് ഗാർഡിയനിലും വാഷിംഗ്ടൺ പോസ്റ്റിലുമായി അടുത്ത കാലത്തെ ഏറ്റവും വലിയ സ്കൂപ്പ് പുറത്തു വന്നു. സർക്കാരുകളുടെയും വ്യക്തികളുടെയും വിവരങ്ങൾ വർഷങ്ങളായി ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഈ അവകാശ ലംഘനത്തിനെതിരായ ചെറുത്തുനിൽപ്പും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിവരലോകത്ത് പുതിയൊരു ശീതസമരം രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിന് 2 പ്രത്യേകതകളുണ്ട്. പതിവ് രാജ്യാതിർത്തികളും നാട്ടുമര്യാദകളും ഒന്നും ഇതിന് ബാധകമല്ല. അമേരിക്കയുടെ ചാരപ്പണിക്ക് അതിരുകളില്ല. വിക്കിലീക്സ്, അനോണിമസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ചെറുത്തു നിൽക്കുന്നതും അതിർത്തികൾ മാനിച്ചുകൊണ്ടല്ല. രണ്ടാമത്തെ പ്രത്യേകത, യുദ്ധത്തിലെ എതിർകക്ഷികൾ സാധാരണ രാജ്യങ്ങളല്ല എന്നതാണ്. ഭരണകൂടങ്ങളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വിവിധ രാജ്യങ്ങളിലെ സ്വതന്ത്ര ആക്ടിവിസ്റ്റുകളും പ്രസ്ഥാനങ്ങളും. ഗൂഗിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ സൈബർ മേധാവികൾ ഭരണകൂടങ്ങളുടെ ഉത്തരവുകൾ നടപ്പാക്കുന്നു. മുഖമില്ലാത്ത അനേകം ആക്ടിവിസ്റ്റുകളും മറ്റും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ചെറുത്തു നിൽക്കുന്നു. മാസ് സർവൈലൻസ് ടെക്നോളജി വലിയൊരു ആഗോള വ്യവസായമായി വളരുന്നതാണ് ഇക്കൊല്ലത്തെ പ്രവണത. സാധാരണ ജനങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ പടിഞ്ഞാറൻ കമ്പനികൾ ആഫ്രിക്കയിലും ഏഷ്യയിലും ഗൾഫ് മേഖലയിലും വൻതോതിൽ വിറ്റഴിക്കുന്നുണ്ട്. അവിടങ്ങളിലെ സർക്കാരുകളും കമ്പനികളുമാണ് ഇത് വാങ്ങുന്നതെന്ന് പ്രൈവസി ഇന്റർനാഷണൽ പറയുന്നു. മറുവശത്ത് ചാരപ്പണിയെ എതിരിടാനുള്ള ഉപകരണങ്ങളും വൻതോതിൽ കമ്പോളത്തിൽ ഇറക്കുന്നു. സാധാരണ യുദ്ധത്തിൽ ആര് തോറ്റാലും ആയുധ കച്ചവടക്കാർ ജയിക്കും. അതുപോലെ വിവരയുദ്ധത്തിൽ ഇരുപക്ഷങ്ങൾക്കും ഉപകരണങ്ങൾ വിൽക്കുന്നവർ ലാഭമുണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. നമ്മെ സ്ഥാപനങ്ങളും സർക്കാരുകളും നിരീക്ഷിക്കുമ്പോൾ തിരിച്ച് അവരെയും നിരീക്ഷിക്കലാണ് നമുക്ക് ചെയ്യാവുന്നത് എന്ന് പുതിയ മുദ്രാവാക്യം. ചാരപ്പണി ചെറുക്കാനും തിരിച്ചു ചെയ്യാനും മാർക്കറ്റിലിറങ്ങിയ പുതിയ ഉപകരണങ്ങളുടെ നിര നീണ്ടതാണ്. ഉപയോക്താക്കളുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഫേസ്ബുക്കിന് പദ്ധതിയുണ്ട്. 119 കോടി സജീവ ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങളും ചിത്രങ്ങളും ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞു. ഗൂഗിൾ, യാഹൂ, ട്വിറ്റർ എന്നിവയും മത്സരരംഗത്തുണ്ട്. കമ്പനികൾക്കും ഭരണകൂടങ്ങൾക്കുമാണ് ഈ വിവരങ്ങൾ വിൽക്കുക. നമ്മുടെ വിരലടയാളം പോലെ നമ്മുടെ ഇന്റർനെറ്റ് പോസ്റ്റുകളും ഓരോ തിരിച്ചറിയൽ രേഖയാണ്.
അതുപയോഗിച്ച് ആളെ തിരിച്ചറിയുന്ന സോഫ്റ്റ്വെയറും റോബോട്ടുകളും ഇന്നുണ്ട്. ഭരണകൂടങ്ങളും മറ്റും ഇങ്ങനെ ഒളിനോട്ടം ശക്തിപ്പെടുത്തുമ്പോൾ സാധാരണക്കാരൻ എന്തു ചെയ്യും? ഇതാ നിങ്ങളുടെ മേൽ ചാരക്കണ്ണ് പതിയുന്നുണ്ടോ എന്നറിയാൻ പുതിയൊരു യന്ത്രം. തോളത്ത് വെച്ച് പിടിപ്പിക്കുന്നതായതുകൊണ്ട് സർവൈലൻസ് ഫോൾഡർ എന്ന് പേര്. നിങ്ങൾ നിരീക്ഷണത്തിലാകുമ്പോൾ നിരീക്ഷണ ക്യാമറകളിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് കിരണങ്ങളെ ഇത് തിരിച്ചറിയും. അതോടെ യന്ത്രം ഇളകും. നിങ്ങൾ കാര്യമറിയും. The technology is perfectly safe. In fact, TENS pads are commonly used by doctors to help manage pain. So if you're wearing the surveillance folder out and about, and you happen to get within range of a surveillance camera's spying eyes, this... ഒളിനോട്ട വ്യവസായം വിപണിയിലിറക്കിയ യന്ത്രങ്ങൾ നിരവധി. ഒളി ക്യാമറ, രാത്രി കാഴ്ചയ്ക്കുള്ള കണ്ണട, പിൻകാഴ്ചയ്ക്ക് കണ്ണട, ഇങ്ങനെ പലതും. ഇന്ത്യയിൽ അധികൃതർക്ക് ചാര സംവിധാനങ്ങൾ അനേകമുണ്ട്. സെൻട്രൽ മോണിറ്ററിംഗ് സിസ്റ്റം, ആധാർ പോലുള്ള പദ്ധതികൾ, സോഷ്യൽ മീഡിയ ലാബുകൾ, സൈബർ സെല്ലുകൾ, ഔദ്യോഗിക ഏജൻസികൾ എന്നിങ്ങനെ പലതും. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവയുടെ പ്രയോഗം വർദ്ധിച്ചു വന്നതായി ദ ഹൂട്ട് വെബ്സൈറ്റിൻ്റെ ഫ്രീ സ്പീച്ച് റിപ്പോർട്ട് പറയുന്നു. വ്യക്തികൾക്കായി ഒളി ക്യാമറകൾ മാർക്കറ്റിൽ സുലഭം. അറിവ് എല്ലാവർക്കും എന്ന ആശയത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച ആരോൺ സ്വാട്സും ഷിഫ്രിനും വിട പറഞ്ഞ ഈ വർഷം അറിവ് കൂടുതൽ സ്വകാര്യവൽക്കരിക്കപ്പെടുകയും ഒളിനോട്ടം വ്യാപകമാവുകയും ചെയ്തിരിക്കുന്നു. ആളില്ലാ വിമാനങ്ങളിൽ ഘടിപ്പിച്ച ആർഗസ് സംവിധാനം വളരെ ഉയരത്തിൽ നിന്ന് നമ്മുടെ ഷർട്ടിൻ്റെ നിറം വരെ തിരിച്ചറിയുന്നു. മറുവശത്ത് വിക്കിലീക്സ് ഭരണകൂടങ്ങളുടെ അത്യാചാരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അനോണിമസ് എന്ന ആക്ടിവിസ്റ്റ് പ്രസ്ഥാനവും രംഗത്തുണ്ട്. ഇക്കൊല്ലം സാക്ഷാൽ യുദ്ധങ്ങൾ കുറഞ്ഞു, പക്ഷേ സോഫ്റ്റ് യുദ്ധങ്ങൾ അഥവാ വിവര പോരാട്ടങ്ങൾ കൂടി. The issues that Anonymous claims to be fighting for, and the latest big story linked to Anonymous is the recent WikiLeaks publication of about 5 million emails from Stratfor, an intelligence firm. Now it's been speculated that it was... ഭരണകൂടവും അതിൻ്റെ നീതിന്യായ വിഭാഗവും ഉറപ്പുവരുത്തേണ്ടതാണ് മനുഷ്യാവകാശങ്ങൾ. അവ പരാജയപ്പെടുമ്പോൾ അക്കാര്യം ചൂണ്ടിക്കാട്ടാൻ മാധ്യമങ്ങൾ വേണം. ഇന്ത്യയിൽ ഇക്കൊല്ലം ഫെബ്രുവരി 19 തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരുവിന് നീതി കിട്ടിയില്ലെന്ന വിലയിരുത്തലാണ് കൂടുതലുള്ളത്. മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ മുതൽ സോഷ്യൽ മീഡിയ വരെ അതിലെ നീതി ചോദ്യം ചെയ്തു. മണിപ്പൂരിലെ വ്യാജ ഏറ്റുമുട്ടൽ കൊലകളെപ്പറ്റി സുപ്രീം കോടതി നിയോഗിച്ച സമിതി ജൂലൈയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴും മാധ്യമങ്ങൾ രോഷം കൊണ്ടു. അതേസമയം അതിക്രമങ്ങൾക്ക് മറയാകുന്ന സായുധ സേനാ പ്രത്യേകാധികാര നിയമം അഫ്സ്പ നീക്കണമെന്ന ആവശ്യത്തെ പിന്തുണക്കാൻ ആ രോഷം മതിയാകാറുമില്ല. ദേവയാനി ഖൊബ്രാഗഡെ സംഭവത്തിലും ഈ പൊരുത്തക്കേട് കാണാം. ദേവയാനിയുടെ അന്തസ് കാക്കാൻ സർക്കാർ അതിവേഗം നീങ്ങിയപ്പോൾ അവരുടെ വീട്ടുജോലിക്കാരിയായിരുന്ന സംഗീത റിച്ചർഡ്സ് എന്ന വേലക്കാരിക്കും നീതി കിട്ടണമെന്ന വാദം ഉയർന്നില്ല. വേലക്കാരിക്ക് നിയമപ്രകാരം നൽകേണ്ട വേതനം നൽകിയില്ല എന്നാണല്ലോ ദേവയാനിക്കെതിരായ ഒരു പരാതി നൽകിയ സംഗീത ഗൂഢാലോചന നടത്തിയെന്ന് വരെ പറഞ്ഞവരുണ്ട്. പതിതരോടുള്ള നമ്മുടെ പുച്ഛമാണ് ഇവിടെ തെളിയുന്നത്. ഇന്ത്യയിൽ വീട്ടുജോലിക്കാർ കടുത്ത പീഡനം സഹിക്കേണ്ടി വരുന്നുണ്ടെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് 2 മാസം മുൻപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. നയതന്ത്ര മേഖലയിൽ വേലക്കാർക്ക് കിട്ടുന്ന പെരുമാറ്റം മെച്ചമല്ല. അമേരിക്കൻ ഡിപ്ലോമാറ്റായിരുന്ന ലിൻഡ ഹവർഡും അവരുടെ ഓസ്ട്രേലിയക്കാരൻ ഭർത്താവും എത്യോപ്യക്കാരിയായ വീട്ടുജോലിക്കാരിയെ മാനഭംഗപ്പെടുത്തി അടിമയാക്കി വെച്ചതിന് US കോടതി $33 ലക്ഷം നഷ്ടപരിഹാരം വിധിച്ചത് 2011 എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയാണ് അവർ പിരിഞ്ഞത്. ഇക്കൊല്ലം ആഗസ്റ്റിൽ കെനിയയിൽ വെച്ച് അമേരിക്കൻ നയതന്ത്രജ്ഞൻ ജോഷുവ വാൾഡിൻ്റെ വാഹനമിടിച്ച് ഒരാൾ മരിച്ചു. US എംബസി ഉടനെ ചെയ്തത് അമേരിക്കക്കാരനെയും കുടുംബത്തെയും കെനിയയിൽ നിന്ന് നാട്ടിലെത്തിക്കുകയായിരുന്നു. മരിച്ച ഹാജി ലുങ്കിനോയുടെ കുടുംബത്തിനോ പരിക്കേറ്റവർക്കോ ഒരു സഹായവും നൽകിയതുമില്ല. ദേവയാനിക്കെതിരായി ഇപ്പോൾ പറയുന്ന അതേ കുറ്റം 2007 കൊറിയയിൽ US നയതന്ത്ര പ്രതിനിധിയായിരുന്ന ഹാരൾഡ് കൺട്രിമാൻ ചെയ്തിരുന്നു. കംബോഡിയക്കാരിയായ വേലക്കാരിയെ അമേരിക്കയിൽ കൊണ്ടുപോകാൻ വിസ അപേക്ഷയിൽ കള്ളം പറഞ്ഞു. മിനിമം കൂലി കൊടുക്കുമെന്ന് ഉറപ്പ് നൽകി. പക്ഷേ US-ൽ വേലക്കാരിക്ക് നന്നേ കുറഞ്ഞ കൂലിയാണ് കൊടുത്തത്. ഉപദ്രവിക്കുകയും ചെയ്തു. ഒരു അയൽക്കാരൻ ഇത് കണ്ട് അധികൃതരെ അറിയിക്കുകയായിരുന്നു. വേലക്കാരിക്ക് ഹാരൾഡ് $1 ലക്ഷം നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു. സ്ത്രീ പീഡനം, അടിമപ്പണി ചെയ്യിക്കൽ തുടങ്ങി ഒരുപാട് കുറ്റങ്ങൾ അമേരിക്കൻ നയതന്ത്രജ്ഞർ ചെയ്തതായി പീറ്റർ വാൻ ബൂറൻ ഒരു ലേഖനത്തിൽ കുറിക്കുന്നു. മുസഫർ നഗർ കലാപത്തിന്റെ ഇരകൾ ഇന്നും കടുത്ത മനുഷ്യാവകാശ ലംഘനം അനുഭവിക്കുന്നു. NDTVയുടെ റിപ്പോർട്ടിൽ നിന്ന് Jat dominated, the Muslims are in a minority, which is why the violence was acute
yesterday, and they've returned to their villages and homes and live together with their neighbors. अच्छा, कितने लोग हैं यहाँ पे अभी? 2000 लोग के करीब हैं जी। हाँ, प्रधान ने उजड़वाए, जो प्रधान चाहता तो हम नहीं रहते, प्रधान ने उजड़वाए। क्या बताइए कैसे हो गया? क्या ऐसा हो गया, पुलिस नहीं आने दी बिल्कुल भी गांव में। How violence could have been allowed to continue as recently as perhaps even this morning, and how will those who are responsible for this be punished? And finally, പതിവ് മാധ്യമങ്ങൾക്കപ്പുറം ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടാറുള്ളത്. ഇത് ഇന്ത്യ റെസിസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഫേസ്ബുക്ക് പേജ്. അൽ ജസീറയുടെ റിപ്പോർട്ട്, ഔട്ട്ലുക്ക് കവർ സ്റ്റോറി. ഒരു ഭാഗത്ത് മാധ്യമങ്ങൾ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോഴും മറുഭാഗത്ത് അവ തന്നെ അവകാശ ലംഘനവും നടത്തുന്നു. ഒരുപാട് നിരപരാധികൾ ഭീകരാരോപണം നേരിട്ട് ജയിലിലെത്തിയതിന് പിന്നിൽ മാധ്യമങ്ങളുടെ പ്രത്യക്ഷമോ പരോക്ഷമായ പങ്കുണ്ട്. fabricated.in എന്ന വെബ്സൈറ്റ് ഇത്തരം ചില സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ തന്നെ കുറ്റവിചാരണയും ശിക്ഷയും നടത്തുന്ന സംഭവങ്ങളും ധാരാളം. അത്തരമൊന്ന് കഴിഞ്ഞയാഴ്ച ഒരു ആത്മഹത്യക്ക് കാരണമായി. ഡിസംബർ 18 ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകനും ന്യൂഡൽഹിയിലെ പൊതുപ്രവർത്തകനുമായിരുന്നു ഖുർഷിദ് അൻവർ. മണിപ്പൂരി യുവതിയെ ഖുർഷിദ് മാനഭംഗപ്പെടുത്തിയെന്നാരോപിച്ച് അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറ്റവിചാരണ നടന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. മാധ്യമങ്ങളാണ് തന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന അദ്ദേഹത്തിൻ്റെ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. ഇന്നിതാ മാധ്യമങ്ങളിൽ പുതിയ മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. മാധ്യമങ്ങളുടെ വക വിചാരണ വേണ്ട, ഖുർഷിദിന് നീതി എന്നിങ്ങനെ. ഖുർഷിദിനെ കുറ്റപ്പെടുത്തുന്ന പോസ്റ്റുകളുമുണ്ട്. ഒരു കൂട്ടം എഴുത്തുകാർ ഇറക്കിയ പ്രസ്താവനയിൽ മാനഭംഗ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതും അന്വേഷിക്കേണ്ടതും ആവശ്യമാണെങ്കിലും ആദ്യമേ കുറ്റം തെളിഞ്ഞെന്ന നിലക്ക് പ്രചരിപ്പിച്ചത് ശരിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ നിരീക്ഷക മധു കിശ്വർ അദ്ദേഹത്തിനെതിരെ വൻ പ്രചാരണമാണ് നടത്തിയത്. മധു കിശ്വർ കുറച്ചു മുൻപ് സ്വന്തം സഹോദരനെ ഡൽഹി പോലീസ് പ്രകൃതി വിരുദ്ധ ബന്ധത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തപ്പോൾ 10,000 രൂപ കൈക്കൂലി കൊടുത്താണ് അവനെ മോചിപ്പിച്ചത്. കിഷോർ തന്നെ സമ്മതിച്ച ഇതും ഇപ്പോൾ ചർച്ചയാവുന്നു. ഒരു പ്രാദേശിക പത്രത്തിൻ്റെ എഡിറ്ററായ ഓം താൻവിയാണ് കിഷോറിനെതിരെ പട നയിക്കുന്നത്. ഖുർഷിദിൻ്റെ മരണത്തിന് കാരണക്കാരായ സോഷ്യൽ മീഡിയ തന്നെ ഇന്ന് മധു കിഷോറിനെതിരായ വിമർശങ്ങൾക്കും വേദിയാകുന്നു. ഗൗരവമേറിയ ഈ വിഷയങ്ങൾക്കിടയിൽ ഇതാ ഒരു സോഷ്യൽ മീഡിയ നേരം പോക്കും. യമനിലെ കവിയായ സാലിം അയാഷ് എന്നയാൾ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. വരൻ വധുവിന് നൽകേണ്ട വിവാഹ മൂല്യം മഹർ ദരിദ്ര രാജ്യമായ യമനിൽ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അയാഷ് ഒരു നിർദ്ദേശം വെച്ചു. എൻ്റെ ഫേസ്ബുക്ക് പേജിന് 10 ലക്ഷം ലൈക്ക് തരുന്നവനെ മകൾ വരനായി സ്വീകരിക്കും. വിചിത്രമായി ഈ ആവശ്യം വിമർശിക്കപ്പെട്ടു. ഉയർന്ന വിവാഹ മൂല്യമുണ്ടാക്കുന്ന പ്രശ്നത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ മാത്രമാണ് താനിത് ചെയ്തതെന്ന് അയാഷ്. പക്ഷേ ജനസംഖ്യ 2.5 കോടി തികയാത്ത ഒരു രാജ്യത്ത് 10 ലക്ഷം ലൈക്ക് അത്ര ചെറുതോ എന്ന് മറുചോദ്യം. ഏതായാലും മനുഷ്യാവകാശങ്ങൾ മാത്രമല്ല വിവാഹാവശ്യങ്ങളും മീഡിയയിൽ ഭദ്രമാണെന്ന് കരുതുന്നവർ ഉണ്ട്. വലുതെന്ന് എല്ലാ പത്രങ്ങൾക്കും ഒരുപോലെ തോന്നുന്ന വാർത്തകളാവും മിക്ക ദിവസങ്ങളിലും ഒന്നാം പേജ് ലീഡ്. മറ്റു ദിവസങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങൾ മുഖ്യ വാർത്തയാകും. ഇത്തരം ഘട്ടങ്ങളിലാണ് ഡെസ്കുകളുടെ തനത് ശക്തി വെളിവാവുക. ഡിസംബർ 25 കുറേ മലയാള പത്രങ്ങൾക്ക് വ്യത്യസ്ത ലീഡുകളായിരുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മന്ത്രിസഭയുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് മാതൃഭൂമിക്കും മംഗളത്തിനും മുഖ്യ തലക്കെട്ട്. ഡൽഹിയിൽ ഭിന്നത, പുത്തരിയിൽ കല്ല് എന്നിങ്ങനെ. മന്ത്രിസഭാ രൂപവൽക്കരണം തന്നെ വർത്തമാനം ലീഡ്. ദേവയാനി ഖൊബ്രാഗഡെ പ്രശ്നത്തിൽ ഇന്ത്യ ഡൽഹിയിലെ US എംബസി ഉദ്യോഗസ്ഥരുടെ തിരിച്ചറിയൽ കാർഡ് പിൻവലിച്ചത് പ്രധാന വാർത്തയാക്കി തേജസും ചന്ദ്രികയും. ഗുജറാത്തിൽ 2004 ഇസ്രത് ജഹാനെയും മറ്റും വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ കേസിൻ്റെ കുറ്റപത്രത്തിൽ BJP നേതാവ് അമിത് ഷായെ CBI ഉൾപ്പെടുത്താത്തത് മാധ്യമവും സിറാജും ലീഡാക്കി. എന്നാൽ മലയാള മനോരമയും ദേശാഭിമാനിയും തികച്ചും വ്യത്യസ്തമായ വിഷയങ്ങളാണ് മുഖ്യ വാർത്തയാക്കിയത്. ജീവൻ രക്ഷാ മരുന്നുകളുടെ വ്യാപാരത്തിൽ ചൂഷണം നടത്തിയതിന് മരുന്ന് വ്യാപാരികളുടെ ചില സംഘടനകൾക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴ ചുമത്തിയത് മനോരമ വാർത്ത. പ്രതിരോധ രംഗത്ത് കോഴക്കേസിനെ തുടർന്ന് 7 വർഷം മുൻപ് ഇന്ത്യ ഇസ്രായേലിൻ്റെ ബറാക്ക് മിസൈൽ വാങ്ങുന്നത് നിർത്തിവച്ചിരുന്നു. അത് വാങ്ങാൻ ഇപ്പോൾ വീണ്ടും അനുമതി നൽകിയ വാർത്തയാണ് ദേശാഭിമാനിയുടെ ലീഡ്. വ്യത്യസ്തമായ വാർത്തകൾ, ഒരേ വാർത്തയുടെ വ്യത്യസ്ത ആംഗിളുകൾ, ഇത്തരം വ്യത്യസ്തതയിലാണ് പത്രങ്ങളുടെ പ്രസക്തി.
ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മൂല്യബോധമില്ലാത്ത അധികാരത്തോട് ചേരുമ്പോൾ ആപത്താണ് ഉണ്ടാവുക എന്ന് കാൾ സെയ്ഗൻ 1996 മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ താക്കീത് നമുക്ക് ചുറ്റും പുലരുന്നു. എന്നാൽ മാധ്യമ മേഖലയിൽ സാങ്കേതിക വിദ്യ നൽകുന്ന സൗകര്യങ്ങളും അപാരമാണ്. ഇതാ ബുദ്ധിയുള്ള റോബോട്ടുകളെപ്പറ്റി ഒരു BBC റിപ്പോർട്ട്. Technology has given designers so much. Their computer-assisted designs can be etched or engraved with lasers or printed in 3D. കോണൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അശുതോഷ് സക്സേന വിശദീകരിക്കുകയാണ്. ഇനി 10 വർഷം കഴിഞ്ഞാൽ സൈബർ മാധ്യമങ്ങൾ നമ്മുടെ വീടുകളെ എങ്ങനെ പരിഷ്കരിക്കുമെന്ന് കാണിക്കുന്ന മറ്റൊരു BBC ദൃശ്യം കാണുക. Internet age by making available open source plans for houses built out of one principal material. They've pioneered a construction formula to make well-priced, well-built houses from wood. Okay, so it looks like a shed, but it's early days. And isn't this what open source is all about? You download കൂറ്റൻ TV സ്ക്രീൻ, അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടാക്കാൻ 3D പ്രിന്റർ, ചുവരുകൾക്ക് ടച്ച് സ്ക്രീൻ പ്രതലങ്ങൾ, TV തന്നെയും വലിയൊരു ഇന്ററാക്റ്റീവ് സ്ക്രീൻ. ഭാവി ടെക്നോളജിയുടെ കരുത്ത് തെളിയിക്കും. അതിൽ മനുഷ്യ നന്മ കൂടി നാം കാണുമോ? ഡിസംബറിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് ഒരു തെറ്റുപറ്റി. കോഴിക്കോട്ട് പ്രായമെത്താത്ത പെൺകുട്ടിയെ വയസ്സൻ അറബിക്ക് വിവാഹം ചെയ്തു കൊടുത്തു എന്നവർ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ 24-കാരിയും 30-കാരൻ യമനിയും തമ്മിലുള്ള വിവാഹം വധൂവരന്മാരുടെ സമ്മതത്തോടെയായിരുന്നു എന്ന് മീഡിയ വൺ വാർത്തയിൽ അവർ ചൂണ്ടിക്കാട്ടി. ഏഷ്യാനെറ്റ് സ്വയം തിരുത്തി. ഏഷ്യാനെറ്റിൽ ഒരു ന്യൂസ് കണ്ടു, എനിക്ക് 16 വയസ്സും ഹസ്ബൻഡിന് 40 വയസ്സുമാണെന്ന്. അതൊരിക്കലും ശരിയല്ല. എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ഇങ്ങനെ മാധ്യമങ്ങൾ വരുത്തുന്ന തെറ്റുകൾ തന്നെ വാർത്തയാണ്. ചില തെറ്റുകൾ രസകരമാകും, ചിലത് ഗൗരവപ്പെട്ടതും. ചിലർ തിരുത്തും, മറ്റു ചിലർ ആരും അറിഞ്ഞില്ലെന്ന് ഭാവിക്കും. പക്ഷേ എല്ലാം കാണുന്ന വായനക്കാരും പ്രേക്ഷകരും ഇവ ചികഞ്ഞ് സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടും. ആ വലിയ പട്ടികയിൽ നിന്ന് 1-2 കൂടി. ഏപ്രിൽ 15-ന് US-ലെ ബോസ്റ്റൺ മാരത്തണിൽ പ്രഷർ കുക്കർ ബോംബ് പൊട്ടി 3 പേർ മരിച്ചു. സൗദി അറേബ്യക്കാരനെ അറസ്റ്റ് ചെയ്തതായി ന്യൂയോർക്ക് പോസ്റ്റ് തെറ്റായി റിപ്പോർട്ട് ചെയ്തു. ഫോക്സ് ന്യൂസിലും വന്നു തെറ്റായ റിപ്പോർട്ട്. CBS ചാനലിൽ റിപ്പോർട്ടർ ലാറ ലോഗൻ തനിക്ക് പറ്റിയ ഒരു തെറ്റ് ഏറ്റു പറയുന്നു. 2012-ൽ ലിബിയയിലെ ബെൻഗാസിയിൽ നടന്ന സ്ഫോടനത്തെപ്പറ്റി 60 Minutes എന്ന പരിപാടിയിലാണ് ഏറ്റുപറച്ചത്. And have you been in touch with him since? We have not. After we learned of the latest news about the FBI report, we tried to contact him, but we haven't heard back from him. സ്ഫോടനത്തിന് സാക്ഷിയായിരുന്നെന്ന് അവകാശപ്പെട്ട ഒരാളുടെ കള്ളം അതേപടി റിപ്പോർട്ട് ചെയ്തത് തെറ്റായി പോയെന്നാണ് നവംബർ 8-ന് അവർ കുറ്റസമ്മതം നടത്തിയത്. CNN ന്യൂസിലെ ഈ ദൃശ്യം സൂക്ഷിച്ചു നോക്കുക. മണ്ടേലയുടെ മരണം 2012-ലാണെന്ന് കാണിച്ചിരിക്കുന്നു. സെപ്റ്റംബർ 18-ന് BBC അവതാരകൻ സൈമൺ മെക്കോയ് വാർത്ത വായിക്കുന്നത് നോക്കുക. അദ്ദേഹത്തിന്റെ കയ്യിലെ A4 കടലാസ് പാക്കറ്റ് എന്തിനുള്ളതാണ്? Troublemakers will be taken to cells run by private firms and have to pay for it once they've sobered up. The Association of Chief Police Officers. പിന്നീട് ഒരു BBC വക്താവ് അത് വിശദീകരിച്ചു. മെക്കോയ് ഐപാഡ് ആണെന്ന് കരുതി കയ്യിലെടുത്തതാണ് ആ കടലാസ് കെട്ട്. ഇനി ഒരു തട്ടിപ്പിനെ പറ്റി. ഡിസംബർ 20-ന് ബ്ലൂംബർഗ് TVയിൽ ബിറ്റ്കോയിൻ എന്ന ഇന്റർനെറ്റ് കറൻസിയെ പറ്റി പരിപാടി. ഒരാൾ തനിക്ക് കിട്ടിയ ബിറ്റ്കോയിൻ രേഖ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. അതിലെ സ്വകാര്യ കോഡടക്കം 10 സെക്കൻഡ് നേരം കാണിച്ചു. ഈ ദൃശ്യം ഒരു റെഡിറ്റ് ഉപഭോക്താവ് മൊബൈൽ ക്യാമറയിൽ പകർത്തി. എന്നിട്ട് ആ കോഡ് ഉപയോഗിച്ച് പണം തട്ടി. പിന്നെ ആ വിരുദ്ധൻ റെഡിറ്റിൽ കുറിച്ചു, $20 കിട്ടിയുള്ളൂ, എങ്കിലും സംഗതി ഹരമായി. മാവോയിസ്റ്റ് ബാധ മലയാള മാധ്യമങ്ങളിലേക്കും കടന്നെത്തിയിരിക്കുന്നു. നിഗൂഢമായ സാന്നിധ്യമായി അത് നമ്മുടെ വാർത്തകളിൽ ഒളിച്ചു കടക്കുന്നു. ഇത്തരം വാർത്തകളിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഏതെങ്കിലും കേന്ദ്ര ഫണ്ടുകൾ തരപ്പെടുത്താനുള്ള ഔദ്യോഗിക പ്രചാരണമാണോ മാവോയിസ്റ്റ് സാന്നിധ്യം? അതോ സത്യമോ? സത്യമെങ്കിൽ അവരാര്? എന്താണ് ലക്ഷ്യം? ഇതെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ അന്വേഷിച്ച് പറഞ്ഞു തരുമായിരിക്കും. പലപ്പോഴായി ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കാതെയല്ല. ഡിസംബർ 27-ലെ സമകാലിക മലയാളം വാരികയിലും 29-ലെ കലാകൗമുദി വാരികയിലും മാവോയിസ്റ്റുകളെപ്പറ്റി കവർ സ്റ്റോറിയുണ്ട്.
പശ്ചിമഘട്ടത്തെ ആര് സംരക്ഷിക്കുമെന്ന് ഒളിവിൽ കഴിയുന്ന മാവോയിസ്റ്റ് നേതാവ് ചോദിക്കുന്നു മലയാളം വാരികയിൽ. കൗമുദി ലേഖനമാകട്ടെ പശ്ചിമഘട്ട മലനിരകളിൽ മാവോയിസ്റ്റ് തീവ്രവാദികൾ ഉണ്ടെന്നും അവരെ ഇല്ലാതാക്കാൻ ഛത്തീസ്ഗഡ് മാതൃകയിൽ പ്രത്യേക പോലീസ് സേന വേണമെന്നും വാദിക്കുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെയും ലേഖനം വിമർശിക്കുന്നുണ്ട്. രണ്ട് ലേഖനവും വായിച്ചാൽ സംശയം തോന്നും. പശ്ചിമഘട്ട സംരക്ഷണത്തിനു വേണ്ടി നിലകൊള്ളുന്നതാവുമോ മാവോയിസ്റ്റുകളുടെ ഇപ്പോഴത്തെ കുറ്റം? ഡൽഹി കൂട്ടമാനഭംഗം സൃഷ്ടിച്ച നടുക്കത്തോടെയാണ് 2013 തുടങ്ങിയത്. വർഷം അവസാനിക്കുന്നത് പ്രത്യേക നിയമമുണ്ടാക്കിയിട്ടും സ്ത്രീകൾക്ക് രക്ഷയില്ല എന്ന അറിവോടെയാണ്. പക്ഷേ സ്ത്രീകളോടുള്ള സഹാനുഭൂതിയുടെ കാര്യത്തിൽ പോലും മാധ്യമങ്ങൾക്ക് പല താപ്പാണ് എന്നുകൂടി നാം അറിയുന്നു. But a national humiliation. This protest in Delhi was organised by a radical pro-Hindu group angry at the After having raped her on one of the secluded areas on the national highway, the three men left her on the road. But not the Taliban shot me on the left side of my forehead. They shot my friends too. They thought that the bullet would silence us. So I started to run. Then I noticed my hand was bleeding. So I tried to clean my hand, but blood kept coming out. ഡൽഹി പെൺകുട്ടിയുടെ ദാരുണ മരണം ഞെട്ടിച്ചു. പക്ഷേ ഓഗസ്റ്റിൽ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഹരിയാനയിലെ ദലിത് യുവതിയുടെ അനുഭവം ഒച്ചപ്പാടുണ്ടാക്കിയില്ല. പാകിസ്ഥാനിൽ താലിബാൻ ഇരയായ മലാലക്ക് വലിയ ശ്രദ്ധ കിട്ടുന്നു. US ഡ്രോൺ ആക്രമണത്തിനിരയായ നബീല അവഗണിക്കപ്പെടുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം മുടങ്ങിയപ്പോൾ രോഷം കൊണ്ട വീട്ടമ്മ സന്ധ്യയെ മാധ്യമങ്ങൾ ദിവസങ്ങളോളം കൊണ്ടാടുന്നു. ഡൽഹിയിൽ ആഴ്ചകളായി തെരുവിൽ സമരം നടത്തുന്ന ജസീറയെ കാണാൻ ഏറെ വൈകുന്നു. കൊല്ലം അവസാനിക്കുമ്പോൾ മാധ്യമപ്രവർത്തകൻ തരുൺ തേജ്പാലും ജസ്റ്റിസ് AK ഗാംഗുലിയും കുറ്റാരോപിതരാണ്. നരേന്ദ്രമോദിയുമുണ്ട് കൂടെ. ഒളി നിരീക്ഷണത്തിന് ബംഗളൂരു സ്വദേശിനിയെ ഇരയാക്കി എന്നതാണ് ആരോപണം. യുവതിയെയും ബന്ധുക്കളെയും ഗുജറാത്ത് പോലീസ് നിരീക്ഷിച്ചതായുള്ള വിവരം ഗുലൈൽ.com കോബ്ര പോസ്റ്റും ഒളി മാധ്യമ പ്രവർത്തനത്തിലൂടെ പുറത്തു കൊണ്ടുവന്നു. तो कोई पण बाबतમાં કઈ સ્ટ્રેટેજી કઈ એક સાંભળવું હોય કોઈ બાબતનો તો એ પછી કરી શકાય. જી જી જી. અને ഇതിനെപ്പറ്റി മോഡി പറഞ്ഞ പലതും തെറ്റാണെന്ന് തെളിയിക്കുന്ന ടേപ്പുകൾ കൂടി ഗുലൈൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. BJP വെബ്സൈറ്റിലെ അവകാശവാദങ്ങൾ അക്കമിട്ട് ഖണ്ഡിക്കുന്നു ആശിഷ് ഖേതാൻ. മോഡി സാബിന്റെ പങ്കും യുവതിക്കെതിരായ ഒളി നിരീക്ഷണവും വാർത്തയിൽ നിൽക്കെയാണ് 2013 വിട പറയുന്നത്. ഫലസ്തീനിൽ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ അതിക്രമ വാർത്തകൾക്കിടെ ബ്രിട്ടനിൽ നിന്ന് മുസ്ലിം ജൂത ക്രൈസ്തവ സാഹോദര്യത്തിൻ്റെ വാർത്തകൾ. ബ്രാഡ്ഫോർഡിലെ 132 വർഷം പഴക്കമുള്ള ജൂത പള്ളി കേടും ചോർച്ചയും വന്ന് ഉപയോഗിക്കാൻ പറ്റാതായി. വലിയ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടത്ര പണമില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം അത് അടച്ചുപൂട്ടി. പള്ളി വിൽക്കാൻ യഹൂദ സമൂഹം ആലോചിച്ചു. അപ്പോൾ അവിടുത്തെ മുസ്ലിം പള്ളി കമ്മിറ്റിയും അതിലെ അംഗങ്ങളും ഫണ്ട് സ്വരൂപിച്ചു. ഈ മാസം സിനഗോഗ് അധികൃതർക്ക് അത് കൈമാറുകയാണ്. വാർത്ത ഗാർഡിയനിൽ. ഫലസ്തീൻ വെസ്റ്റ് ബാങ്കിൽ യേശുവിൻ്റെ ജന്മസ്ഥലമായ ബെത്ലഹേമിൽ ഇസ്രായേൽ പണിയുന്ന വംശീയ മതിൽ കടുത്ത ആക്ഷേപം വിളിച്ചു വരുത്തുന്നു. എത്ര മോശമാണിത് എന്ന് ബോധ്യപ്പെടുത്താൻ ലണ്ടനിലെ സെന്റ് ജെയിംസ് ചർച്ച് അധികൃതർ ഈ ക്രിസ്മസിന് ഒരു കാര്യം ചെയ്തു. ഇസ്രായേൽ ബെത്ലഹേമിൽ പണിയുന്ന അതേതരം മതിലുകൊണ്ട് ചർച്ചിന്റെ മുൻവശം മറച്ചു. ബെത്ലഹേം അൺറാപ്ഡ് എന്ന പേരിലുള്ള ആഘോഷത്തിന്റെ ഭാഗമാണിത്. റിപ്പോർട്ട് electronicintifada.net. മതങ്ങളുടെ അനുയായികൾ സാഹോദര്യം പുലർത്തുന്നു. ശത്രുത സൃഷ്ടിക്കുന്നത് സയണിസമാണ്. മീഡിയ സ്കാൻ ഈ ലക്കം പൂർത്തിയാവുന്നു. മാധ്യമങ്ങളെ അവയുടെ ശക്തിയും ദൗർബല്യവും അടക്കം വിശകലനം ചെയ്യുന്ന മീഡിയ സ്കാനിൽ ഉൾപ്പെടുത്താവുന്ന പ്രസക്തമായ വിവരങ്ങളും ക്ലിപ്പിങ്ങുകളും ഉണ്ടെങ്കിൽ അയച്ചു തരിക. media1@media1tv.in എന്ന മെയിലിലാണ് അയക്കേണ്ടത്. പഴയ ലക്കങ്ങൾക്ക് media1tv.in സന്ദർശിക്കുക. ഇനി അടുത്തയാഴ്ച. We realize the importance of light when we see darkness. Democracy and freedom more. The occasion is sinking in for David Beckham.
my mother. When you finally get to that point of acceptance, there's nothing more beautiful.